അതുപോലെ ഈ നാടകത്തിലൂടെയാണല്ലോ സൂചേട്ടൻ അരങ്ങേറുന്നത്. അപ്പം നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും തമ്മിലൊരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത്? ഇമോഷൻ വൈസ് വ്യത്യാസമില്ല. എനിക്ക് തോന്നുന്നു ഡെലിവറി എന്നല്ല ഇത് മാത്രമാണ്. എല്ലാ ഇമോഷൻസും ഒന്നാണ്. അപ്പം മീഡിയ അറിഞ്ഞിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇമോഷൻ എല്ലാ സ്ഥലത്തും ഇമോഷൻസ് ഒന്നാണ്. നമ്മൾ അത് അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നടിക്കുക എന്നല്ല, ഒരു കളവ് കാണിക്കുകയാണ് ശരിക്കും, തോന്നിപ്പിക്കല. എനിക്ക് തോന്നുന്നു നാടകത്തിൽ കുറച്ചും കൂടി അധികമായിട്ട് അതൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അത്രയും ആൾക്കാർ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയിൽ കൂടെ കണ്ണെന്ന ക്യാമറ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ കണ്ണെന്ന ക്യാമറ, ഇവിടെ നിന്ന് ഞാൻ അവിടേക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന സാധനം എൻ്റെ കണ്ണിലോട്ടും എൻ്റെ മനസ്സിലോട്ടും ആ ഇമോഷൻ എത്തണം. ചിലപ്പോൾ എൻ്റെ ജസ്റ്റേഴ്സ് വലുതാണ്. അതിന് എനിക്ക് സൗണ്ടിങ് ഉപയോഗിച്ചുള്ള ജസ്റ്റർ ആണെങ്കിൽ സൗണ്ട് കൊണ്ട് ജസ്റ്ററാണ്, സൗണ്ടിങ് വലുതാക്കേണ്ടി വരും. സൗണ്ടിന് എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പോലെ കൈകൊണ്ടുള്ള ജസ്റ്റേഴ്സ് ആണെങ്കിൽ അതിന് എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി ബോഡി പാർട്സ് കൊണ്ടുള്ളാണെങ്കിൽ അതിനെ എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നാടകത്തിൽ തന്നെ എനിക്ക് അന്തരമുണ്ട്. വളരെ ചുരുങ്ങിക്കളിക്കുന്ന സ്ഥലത്ത് നാടകം അത്ര രീതിയിൽ എക്സാജറേറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ലണ്ടനിലാണ് ഗ്ലോബൽ തിയേറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഷേക്സ്പീരിയൻ ഡ്രാമ നടക്കുന്നത്. അവിടെ വളരെ വലുതായിട്ട്, നമ്മൾ സാധാരണ കാണുന്നതിൽ വളരെ വലുതായിട്ടാണ് അവിടെ ജസ്റ്റേഴ്സ് പോകുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അത്രയും ഭയങ്കര വൈഡായിട്ടുള്ളൊരു സ്റ്റേഡിയം പോലത്തെ സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി അത് വേറെ രീതിയിലാണ്. അപ്പം അതിനെ തന്നെ ഇപ്പം ഞാൻ സീരിയലിൽ ഇങ്ങനെയാണ്. സീരിയലിൽ ചിലപ്പം എക്സാജറേഷൻ, സീരിയൽ അത്രയും ടൈറ്റ് തലയുടെ എത്ര ഫ്രെയിം വെക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യാൻ ചെയ്തുകൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലിമിറ്റ് ചെയ്താൽ, കാരണം അത്രയും ടൈറ്റാണല്ലോ വെക്കുക, എത്ര വരെയൊക്കെ ക്ലോസ് വെക്കും. സിനിമയിൽ അത്ര വെക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സിനിമയുടെ മേക്കിംഗ് രീതിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്കറിയില്ല. അതേപോലെ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നതിലുള്ള അത് നിങ്ങളെ ഏത് രീതിയിൽ തോന്നിപ്പിക്കും എന്നുള്ളതാണ്. അത് പല രീതികളുണ്ടാകും. ചിലപ്പം പോസ്റ്റേഴ്സ് മതിയോ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നിന്നാൽ മതിയോ, ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിന്നാൽ മതിയോ, നമ്മൾ ടെൻഷനാണ് നല്ല സാധനം, ഞാൻ എവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ ഉണ്ടാവില്ല. അതിപ്പോൾ നാടകത്തിലുണ്ടാകും പോസ്റ്റേഴ്സ് വേറെ രീതിയിൽ. ചില ബോഡി ഒന്നായിട്ട് ഇങ്ങനെ നിന്നിട്ട് ആയിരിക്കും കൂടുതൽ എക്സാജറേറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇത് നമ്മളെ മാത്രം തോന്നലുകൾ ഉണ്ടായിട്ടല്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ ഇതിൻ്റെ മാസ്റ്റേഴ്സായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കൺക്ലൂഷനിലെത്തി. പക്ഷേ ഇതും നാളെ പൊളിക്കപ്പെടും. വേറെ രീതിയിൽ ഒരാൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് ഇതൊരിക്കലും നിൽക്കുന്നില്ല. നാളെ ഓരോരുത്തർ വേറെ തിയറിയായിട്ട് വരുമ്പോഴാണ് ഇത് പൊളിക്കപ്പെടുന്നത്. ഇപ്പം ലാൽ സാറ് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് എവിടെ എഴുതപ്പെടാത്ത തിയറിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴാണ്, തിയറി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയും ചെയ്യാലോ എന്നൊക്കെ. അപ്പോൾ അതെന്നും ശാശ്വതമല്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. സുചേട്ടൻ ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ നാടകത്തിലോട്ട് വന്നത്, അപ്പം ഞാൻ ഒരു വേദി പറയാം. അപ്പം എൻ്റെ ഒരു നാടകത്തിലൂടെ ഞാൻ വന്നത് അന്ന് ബാലവാടി എന്നാണ് ഞങ്ങൾ പറയുക. അംഗനവാടി, എൻ്റെ ചെറുപ്പത്തിൽ ബാലവാടി എന്നാണ് പറയും. ഇപ്പം അംഗനവാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. ഞാൻ സ്മരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഒരു ഗുരു എന്നെ നാടകത്തിലോട്ട് കൊണ്ടുവന്ന എൻ്റെ ഒരു ഗുരു ശ്രീ രാമോദരേട്ടൻ എന്ന് വിളിക്കുന്ന കഴിഞ്ഞ ആഴ്ച അന്തരിച്ചു. പുള്ളിയാണ് എന്നെ നാടകത്തിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ തറവാട് വീട്ടിൽ, ഞാൻ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചൊരു കക്ഷിയാണ്. തറവാട്ടിൽ അച്ഛൻ്റെ ജ്യേഷ്ഠ നാടകക്കാരനായിരുന്നു. പുള്ളി അവിടുത്തെ സീനിയറായിട്ടുള്ള നാടകക്കാരനാണ്. അപ്പോൾ തറവാടിൻ്റെ പൂമ്പ് കൊണ്ടാകും പുറത്തോട്ട് തള്ളിയിരിക്കുന്നത്. അവിടെ എപ്പോഴും റിഹേഴ്സൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിൽ, 3 ഏക്കർ പറമ്പാണ്, അവിടെ ഒരു മൂലയിൽ ഷെഡൊക്കെ കെട്ടിയിട്ട് അവിടെ ഉണ്ടാവും. മുറ്റത്തുണ്ടാവും, വലിയ മുറ്റമാണ്, അവിടെ ഉണ്ടാവും. അപ്പം നമ്മളിലോട്ട് എപ്പോഴും നാടകം ചെറുപ്പത്തിലോട്ട് വന്നിട്ടുണ്ട്. ആ ശേഷം ചെറുപ്പത്തോട്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സ്കൂൾ നാടകങ്ങളിൽ വന്നു, അന്ന് മുതലേ നാടകം ചെയ്യാൻ. ഇപ്പോഴാണ് കുറച്ചൊരു ബ്രേക്ക് വന്നത്. സാധാരണ കേട്ടിട്ടുള്ളതാണ്. അതായത് നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് സിനിമയിലേക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് രണ്ട് തരത്തിലുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അവർക്ക് ഓവറായിട്ട് അഭിനയിക്കുമ്പോ ഒക്കെ കുറച്ച് ഓവറാവും. അത് ആ ക്യാമറയിൽ വരേണ്ട ആ അത്രയും ആവശ്യം ഉണ്ടാവില്ല. വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്? ഞാൻ സുൽത്താൻ എന്ന് പറഞ്ഞ അവിടെ ആദ്യം ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത നാടകമാണ്. ഞാൻ ഇന്ന് എടുത്ത് വെച്ച് കാണാറുണ്ട് യൂട്യൂബിൽ. ഭയങ്കര രസം തോന്നി.